നമ്മുടെ ലോക പോലീസായ അമേരിക്കയുടെ പ്രസിഡൻ്റായ ജോ ബൈഡൻ, പുള്ളിക്ക് ജെറ്റ് ലാഗായിരുന്നു എന്ന് പുള്ളി സമ്മതിച്ചു. പുള്ളി തന്നെയാണ് പറഞ്ഞത്, എനിക്ക് ജെറ്റ് ലാഗായിരുന്നു, ആ ഒരു അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ കടന്നു പോകുന്നുണ്ടായിരുന്നതെന്ന്. അപ്പോൾ എന്താണ് നമുക്ക് ജെറ്റ് ലാഗ് എന്ന് നോക്കാം. സാധാരണ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ, ടൈം സോൺസിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് ഈ ജെറ്റ് ലാഗ് എന്ന് പറയുന്നത്. ബോഡിയിൽ അസ്വസ്ഥത ഉണ്ടാവുക, ഉറക്കം നമുക്ക് ചിലപ്പോൾ ജെറ്റ് ലാഗ് ഉള്ളവർക്ക് ചിലപ്പോൾ ഇരുന്നാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകും, നിന്നാൽ ഉറങ്ങും. അതൊന്നും ചിലപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ മൈൻഡ് സെറ്റിലുണ്ടാകുന്ന ഇഷ്യൂസ്, അങ്ങനെയുള്ള ഇഷ്യൂസ് ആയിരുന്നു പുള്ളിക്കെന്ന് പുള്ളി സമ്മതിച്ചു. കാരണം പുള്ളി കുറേ ട്രാവൽ ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡൻ്റാണല്ലോ, കണ്ടിന്യൂസ് ട്രാവലായിരിക്കും. ഡിഫറെൻറ്റ്, ഇപ്പോൾ ഇന്ന് റഷ്യയിലാണെങ്കിൽ ഇന്ന് അമേരിക്കയിലാണെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം ഓസ്ട്രേലിയയിലായിരിക്കും. രണ്ട് ടൈം സോൺ ആയില്ലേ. അപ്പോൾ അതുപോലെ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസാണ്. അപ്പോൾ പുള്ളി ഇത് പറയാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോൾ അമേരിക്കയിൽ ഇലക്ഷനാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഈ പ്രസിഡൻഷ്യൽ ഡിബേറ്റ്. അപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ സ്ഥാനാർത്ഥിയായ ട്രംപും ഡെമോക്രാറ്റിൻ്റെ സ്ഥാനാർത്ഥിയായ ബൈഡനും തമ്മിൽ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ഉണ്ടായിരുന്നു. പ്രസിഡൻഷ്യൽ ഡിബേറ്റ് എന്താ നമുക്ക് അറിയാം. നമ്മുടെ രാഹുൽ ഗാന്ധി മോദിയെ ക്ഷണിച്ചിരുന്നു ഇലക്ഷൻ്റെ സമയത്ത്, നമുക്കൊരു പ്രസിഡൻഷ്യൽ ഡിബേറ്റൊക്കെ ഒന്ന് നടത്താം. അപ്പോൾ ആശാന് ഓടി ഒളിച്ചു, കണ്ടം വഴി ഓടി മോദി. അതിനൊന്നും മോദിക്ക് പറ്റില്ലല്ലോ. ഈ പേപ്പർ നോക്കി വായിക്കാനും നോക്കി പ്രസംഗിക്കാനും അല്ലെങ്കിൽ വർഗീയത പറയാൻ പുള്ളിക്ക് ഒരു പേപ്പറിൻ്റെ ആവശ്യമില്ല, ഒരു മുൻകൂട്ടി എഴുതിയ ഒരു ലെറ്ററിൻ്റെ ആവശ്യമില്ല. വർഗീയത പറയാൻ അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. താലിമാലയെക്കുറിച്ച് പറയാനും, ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രസവിക്കുകയാണെന്ന് പറയാനും, ആ കാര്യങ്ങൾക്കൊന്നും പുള്ളിക്ക് ലെറ്റർ പാഡിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാണ് ഡിബേറ്റ്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അമേരിക്കയിൽ ഈ ഡിബേറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു 40% വോട്ടേഴ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡിബേറ്റ് എന്നാണ് അവിടുത്തെ ഒരു സർവേ കണക്ക്. ഈ ഡിബേറ്റിലൊന്ന് സക്സസ് ആയാൽ അമേരിക്കൻ പ്രസിഡൻ്റ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അത്ര കോടി ജനങ്ങൾ വാച്ച് ചെയ്യുന്ന ഒരു ഷോ ആയിരിക്കും. CNN ആണിപ്പോൾ സംഘടിപ്പിച്ചത്. അപ്പോൾ ആദ്യത്തെ ഡിബേറ്റിൽ ബൈഡന് ഭയങ്കര മോശം പ്രകടനമായിരുന്നു. ട്രംപ് കത്തിക്കയറി. ഇപ്പോൾ വയസ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രംപിന് 79 വയസ്സുണ്ട്, ബൈഡന് 81 വയസ്സുണ്ട്. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ പുള്ളിക്ക് നമുക്കറിയുന്നതാണ്, കുറച്ച് കാലങ്ങളായിട്ട് പല മീറ്റിങ്സിലും പല ഫങ്ഷൻസിലും പല രാജ്യങ്ങളിൽ പുള്ളി വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുള്ളിയുടെ ബോഡി ലാംഗ്വേജും പുള്ളിയുടെ സംസാരവും ഈ മറവി രോഗം വളരെ നമുക്കത് പ്രകടമാകുന്നുണ്ടായിരുന്നു പുള്ളിയുടെ സംസാരത്തിലൊക്കെ. പുള്ളി ഒന്ന് ടച്ച് വിടുന്നതൊക്കെ നമ്മൾ പറയില്ലേ, ഈ ബൾബ് കത്താൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു പുള്ളിക്ക്. പ്രായത്തിൻ്റെ ആയിരിക്കാം. പുള്ളിയുടെ കഴിവ് നമ്മൾ കുറച്ച് കാണണ്ട. പുള്ളി നമുക്കറിയുന്നതാണ്, ഒബാമ ഭരിച്ച അത്രയും വർഷങ്ങൾ അവിടുത്തെ ഒബാമയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ജോ ബൈഡൻ. അപ്പോൾ പുള്ളിയുടെ കഴിവ് നമ്മൾ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. 6 പ്രാവശ്യം സെനറ്റിൽ അംഗമായ പുള്ളിയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും പുള്ളിയുടെ കഴിവ് കുറച്ച് കാണാനല്ല, പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ട് പുള്ളിക്കുണ്ട്. നമ്മൾ പുറത്ത് നമ്മൾ പറയാതെ നമ്മളൊരു ബോഡി ഷെയ്മിങ്ങോ കാര്യങ്ങളൊന്നും അല്ല, അത് നമുക്ക് പ്രകടമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥാനത്ത് ട്രംപിന് വയസ്സുണ്ട്, എന്നാലും പുള്ളി കുറച്ച് ഹെൽത്തി ആയിരുന്നു. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഇടയിൽ യുക്രൈൻ വിഷയം വന്നു, ഗാസയിലെ ഇഷ്യൂസ് വന്നു, പിന്നെ അവിടുത്തെ തൊഴിലില്ലായ്മ വന്നു, അവിടുത്തെ കുടിയേറ്റം, പുറം രാജ്യങ്ങളിൽ നിന്ന് മെക്സിക്കോന്നും മറ്റും കുടിയേറ്റം നടത്തുന്നതിനെക്കുറിച്ച് അതിനുള്ള ചർച്ച വന്നു. പിന്നെ അവിടുത്തെ GDP സംബന്ധമായ കാര്യങ്ങൾ വന്നു, സാമ്പത്തിക ഇഷ്യൂസ് വന്നു, എല്ലാ കാര്യങ്ങളും വന്നു. അപ്പോൾ അതിലൊക്കെ പുള്ളിക്ക് മറുപടി, പ്രത്യേകിച്ച് അവിടെ ഗർഭചിത്രം അതുമായി ബന്ധപ്പെട്ട നിയമത്തിൻ്റെ ഭാഗമായിട്ട് പുള്ളി ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിന് പുള്ളിക്ക് കറക്റ്റ് ആൻസർ പറയാൻ പറ്റില്ല. അവിടെ പുള്ളി ഒരു മറന്നതുപോലെയാണ്, അവിടെ ഇവിടെയും തൊടാതെയാണ് പുള്ളി സംസാരിച്ചത്. അത് സ്റ്റേറ്റ് തീരുമാനിക്കും. ഗർഭചിത്രം നിയമപരമായി ചെയ്യണമെന്നാണ് ട്രംപ് പറയുന്നതെങ്കിൽ ബൈഡൻ പറയുന്നത് ഓരോ സ്റ്റേറ്റും അവിടെ തീരുമാനിക്കട്ടെ എന്ന രീതിയിലാണ്. അതൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയില്ല പുള്ളിക്ക്. ഇപ്പോൾ അഫ്ഗാനിൽ നിന്ന് സൈനികരെ പിൻവലിച്ച കാര്യങ്ങളാണെങ്കിലും പല കാര്യങ്ങളും, പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളാണെങ്കിലും ആ രീതിയിലും ഒന്നും പുള്ളിക്കൊരു കറക്റ്റ് നല്ല രീതിയിലുള്ള ഒരു ചർച്ച നടത്താനോ അത് കറക്റ്റ് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനോ, കാരണം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അവിടെ. കാരണം മുമ്പൊക്കെ ഓഡിയൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓഡിയൻസ് ഇല്ല. ഈ CNN ആണെന്ന് ഇത് സംഘടിപ്പിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഓഡിയൻസ് ഇല്ല.
ഒരു സ്റ്റുഡിയോ റൂമിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ മറ്റേ അപ്പുറത്താരാണോ ഉള്ളത് പുള്ളിയുടെ മൈക്ക് ഓഫ് ചെയ്യും. അപ്പോൾ പുള്ളിക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഇടയിൽ കയറി ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും പുള്ളിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ കാര്യങ്ങൾ തുറന്ന് പറയാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ അതാണ് കാര്യം. അതുകൊണ്ടാണ് അപ്പോൾ ഇത് വളരെ ബാഡായ രീതിയിൽ അമേരിക്കയിൽ ചർച്ചയായി. പുള്ളിക്ക് ഇതിനുള്ളൊരു കഴിവില്ല, പുള്ളിക്ക് അതിന് മുമ്പിലോട്ട് അമേരിക്കയെ മുമ്പിലോട്ട് നയിക്കാൻ പറ്റില്ല, വയസ്സായി, മറവി രോഗമുണ്ട്, ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ സമയത്താണ് പുള്ളി തന്നെ സ്ഥിരീകരിച്ചത് ഈ കാര്യങ്ങൾ. എനിക്ക് ജെറ്റ് ലാഗായിരുന്നു, ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, കുറേ ട്രാവൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഡിബേറ്റിലേക്ക് വന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തോ ആവട്ടെ, നമുക്ക് ബൈഡനെ പുള്ളിയുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു നല്ലൊരു പ്രസിഡൻ്റായി പുള്ളിക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്ന രീതിയിൽ എനിക്കൊരു ഡൗട്ടുമില്ല. കാരണം അതിനുള്ള ഫെസിലിറ്റീസ് അതിൻ്റെ ചുറ്റുപാടുണ്ട്. പുള്ളിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ അതിനൊക്കെ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെൽത്തിൻ്റേതായ ചെറിയ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളെ പുള്ളിക്കുള്ളൂ. അപ്പോൾ ബൈഡൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുമില്ല, പുള്ളി അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.